ഒരു ട്രേഡിംഗ് ജേർണൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഒരു ട്രേഡിംഗ് ജേർണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, നമ്മൾ അനലൈസ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ കറണ്ട് ട്രെൻഡ് എന്താണ്? ബുള്ളിഷ് ആണോ, ബെയറിഷ് ആണോ, സൈഡ് വേസ് ആണോ, ഏതെങ്കിലും ട്രേഡിംഗ് സോണിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണോ പ്രൈസ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ സ്പേസ് ഉള്ളതായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് ജേർണൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എമോഷൻസിനെ ട്രാക്ക് ചെയ്യാൻ ഒരു സ്പേസ് നമ്മുടെ ട്രേഡിംഗ് ജേർണലിൽ വേണം. അതായത് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫിയർ ഓഫ് ലൂസിങ് മണി, ഓവർ സൈസ്ഡ് പൊസിഷൻ, ഓവർ ട്രേഡിംഗ്, ഗ്രീഡ് തുടങ്ങിയ ഫാക്ടേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ ട്രേഡിംഗ് ജേർണൽ വേണ്ടത്. 3, നമ്മുടെ കറണ്ട് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള, അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ, ടാർഗറ്റ് എവിടെ, എൻട്രി എവിടെ, റിസ്ക് റിവാർഡ്, ഫൈനൽ ഔട്ട്പുട്ട്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ ട്രേഡിംഗ് ജേർണൽ. ഇതാണ് നമ്മുടെ ഒരു ട്രേഡിംഗ് ജേർണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ ട്രേഡിംഗ് സെഷൻ തീരുന്ന സമയത്ത് എപ്പോഴും ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നത് നന്നായിരിക്കും. നമ്മുടെ എമോഷൻസ് എങ്ങനെ ഇന്നത്തെ ദിവസം വർക്കൗട്ട് ചെയ്തു, ട്രേഡ് ചാർട്ട് അനാലിസിസ് എങ്ങനെ വർക്കൗട്ട് ചെയ്തു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു, നാളെ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ട്രേഡിംഗ് ജേർണലിൽ ഒരു സ്പേസ് ഒരുക്കി വയ്ക്കുന്നത് നന്നായിരിക്കും.